നമസ്കാരം. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്കാണ് 2025-26 വർഷം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 1961 പഴയ ഇൻകം ടാക്സ് നിയമത്തിന് പകരമായിട്ട് ന്യൂ ഇൻകം ടാക്സ് ആക്ട് 2025 ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇത് കേവലം ഒരു മാറ്റമല്ല, മറിച്ച് ടാക്സ് വെട്ടിപ്പുകൾ തടയാനും സുതാര്യത ഉറപ്പാക്കാനുമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ നീക്കമാണ്. ഈ വർഷം മുതൽ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഘട്ടങ്ങളൊക്കെ തന്നെ ആരംഭിക്കും. അടുത്ത 6 മാസത്തിനുള്ളിൽ ഇത് പൂർണ്ണമായിട്ട് പ്രാബല്യത്തിൽ വരികയും ചെയ്യും. ഈ നിയമം നിങ്ങളുടെ പോക്കറ്റിനെയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സമ്പാദ്യത്തെയും എങ്ങനെ ബാധിക്കുമെന്നും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഒരു ക്രിമിനൽ നടപടിയിലേക്ക് ഇത് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. എല്ലാ പൊതുജനങ്ങളും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റ് കാണുക. അതോടൊപ്പം തന്നെ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ് ഒന്ന് ഷെയർ ചെയ്യുക. എന്തിനാണ് ഇത്തരം ഒരു പുതിയ നിയമം? എന്താണ് ഈ പുതിയ നിയമത്തിൻ്റെ ലക്ഷ്യം? പഴയ നിയമത്തിലെ പല പഴുതുകളും ഉപയോഗിച്ച് വലിയൊരു വിഭാഗം ആളുകൾ ടാക്സ് വെട്ടിക്കുന്നുണ്ട് എന്നാണ് സർക്കാരിൻ്റെ കണ്ടെത്തൽ. ഡിജിറ്റൽ യുഗത്തിൽ പണമിടപാടുകൾ ട്രാക്ക് ചെയ്യാൻ പഴയ നിയമം മതിയാകാതെ വരുന്നുണ്ട്. പുതിയ നിയമം പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം അഥവാ സ്രോതസ്സ് വെളിപ്പെടുത്താത്ത വരുമാനത്തെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡാറ്റ അനലിറ്റിക്സും ഒക്കെ തന്നെ ഉപയോഗിച്ച് ഓരോ പൗരൻ്റെയും സാമ്പത്തിക ഇടപാടുകൾ നിരീക്ഷിക്കാനുള്ള സംവിധാനമാണ് പുതിയ ആക്ടിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നിസ്സാരമെന്ന് നിങ്ങൾ കരുതുന്ന ഇടപാടുകൾ പോലും ഇനി ഇൻകം ടാക്സ് വകുപ്പിൻ്റെ കണ്ണിൽപ്പെടുന്നതാണ്. കാര്യം കുറച്ചുകൂടി ലളിതമാക്കാൻ നമുക്ക് ഒരു വ്യക്തിയെ വെച്ച് ഉദാഹരണം ഒന്ന് ആഴത്തിൽ പരിശോധിക്കാം. അതായത് ഒരു വ്യക്തി 10 വർഷമായിട്ട് അദ്ദേഹം ബിസിനസ് ചെയ്യുന്നു. ഓരോ വർഷവും 10 ലക്ഷം രൂപ ലാഭം കാണിച്ച് ടാക്സ് അടയ്ക്കുന്നു. സോ ഇത്തരത്തിൽ 10 വർഷം കൊണ്ട് ആ വ്യക്തി ഡിക്ലെയർ ചെയ്ത ആകെ വരുമാനം അത് 1 കോടി രൂപയാണ്. ഇതിൽ 50 ലക്ഷം രൂപ ജീവിക്കാനായിട്ട് ചിലവാക്കിയെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിയമപരമായിട്ട് ബാക്കി ഉണ്ടാവേണ്ടത് 50 ലക്ഷം രൂപ മാത്രമാണ്. എന്നാൽ ആ ഒരു വ്യക്തി 3 കോടിയുടെ വസ്തു വാങ്ങുകയോ അല്ലെങ്കിൽ അത്രയും തുകയുടെ സ്വർണം ലോക്കറിൽ സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ ഗ്യാപ്പ് വരുന്നു. ഈ 3.5 കോടി രൂപ എവിടെ നിന്ന് വന്നു? ഇതാണ് പുതിയ നിയമം ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം. ഇതിന് കൃത്യമായ മറുപടി ഇല്ലെങ്കിൽ ഈ വ്യക്തി വലിയ കുരുക്കിലാകും. നമ്മൾ ഇത്തരം നികുതി മാറ്റങ്ങളൊക്കെ തന്നെ അത്രയും പ്രാധാന്യത്തോടു കൂടി അറിയുന്നത് അത് നമുക്ക് ഭാവിയിൽ അറിവില്ലായ്മ കൊണ്ട് കൂടുതൽ പണം അത് ടാക്സ് ഇനത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ കൂടിയിട്ടാണ്. പക്ഷേ നമ്മളിങ്ങനെ പണം സംരക്ഷിച്ചാൽ മാത്രം പോരാ, അത് വളർത്താൻ നമ്മളെല്ലാവരും തന്നെ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ലത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്താൽ മാർക്കറ്റ് ഇടിയുമ്പോൾ വലിയ രീതിയിൽ പണം നഷ്ടപ്പെടുമോ, ഇനി ലാഭം കിട്ടിയാലും അതിൻ്റെ വലിയൊരു ഭാഗം ടാക്സായിട്ട് കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ചിന്താഗതിയുള്ള ആളുകളുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് മാർക്കറ്റ് ഇടിഞ്ഞാലും വലിയ രീതിയിൽ നഷ്ടം വരാത്ത ലെസ് വോളറ്റൈൽ ആയിട്ടുള്ള ഇന്ത്യയിലെ സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ടോപ്പ് 50 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞാലും വലിയ നഷ്ടം വരില്ല. ഇനി ക്യാപിറ്റൽ ഗ്യാരണ്ടീഡായി ഇൻവെസ്റ്റ് ചെയ്താൽ ഇട്ട പൈസ പോകില്ല എന്ന് 100% ഉറപ്പുമുണ്ടാകും. ഈ കമ്പനികളുടെ ഷെയറുകൾ അത് ഓരോന്നായിട്ട് വാങ്ങാൻ ലക്ഷങ്ങളൊക്കെ ചിലവാകും. പക്ഷേ ഇപ്പോൾ ബജാജ് ലൈഫിൻ്റെ നിഫ്റ്റി 500 ലോ വോളറ്റിലിറ്റി 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFOയിലൂടെ നമുക്ക് ഇത്തരം കമ്പനികളിൽ കൂട്ടത്തോടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. അതും ഈ വരുന്ന ഏപ്രിൽ 30-ാം തീയതി വരെയാണ് നമുക്ക് ഈ അവസരമുള്ളത്. നിങ്ങൾക്ക് മാസം 2000 രൂപ മുതൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമൻറ്റിലും കൊടുത്തേക്കാം. അവിടെ മലയാളത്തിൽ തന്നെ ഫോണിലൂടെ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ വീട്ടിലൊരു ഏജൻറ്റ് വന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി വിശദീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവുമുണ്ട്. ഇത് മാത്രമല്ല, വർഷത്തിൽ 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും നമുക്ക് കിട്ടുന്ന ലാഭത്തിന് ടാക്സും ഉണ്ടായിരിക്കുകയില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇതിൻ്റെ NAV വില 10 രൂപയാണ്. പിന്നെ ഈ NFOയുടെ ഇൻഡെക്സ് റിട്ടേൺ നോക്കിയാൽ കഴിഞ്ഞ 5 മുതൽ 7 വർഷങ്ങളിൽ ഓരോ വർഷവും 20.4%, 19% ശരാശരി റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ഇത് ബാങ്കിലൊക്കെ പണം ഇടുമ്പോൾ കിട്ടുന്ന 5 മുതൽ 6%-നേക്കാൾ എത്രയോ കൂടുതലാണ്. സോ നമ്മളെക്കൊണ്ട് ആകുന്ന എത്ര വലിയ തുകയും നമുക്കിവിടെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. മാസം അടയ്ക്കുന്ന തുകയുടെ 120 ഇരട്ടി വരുന്ന ലൈഫ് കവർ കൂടി ഇതോടൊപ്പം തന്നെ ലഭിക്കുന്നുണ്ട്. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം 18,000 രൂപ വരെയൊക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ 2 കോടിയൊക്കെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത ഇവിടെ കാണാൻ കഴിയും. പിന്നെ ഇവിടെ 5 വർഷം ലോക്കിംഗ് പീരീഡ് ഉള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. അത്രയും കാലം തുടർച്ചയായിട്ട് മാറ്റിവെക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന തുക തിരഞ്ഞെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഏപ്രിൽ മാസം 30-ാം തീയതി വരെയാണ് ഈ NFOയുടെ അവസാന തീയതി. അതായത് ഇനി കേവലം വെറും 14 ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. സോ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ പോയി നോക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഇതിലേക്കായിട്ട് ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും മതി. താല്പര്യമുള്ളവരെല്ലാം തന്നെ ചെക്ക് ചെയ്യുക. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. പുതിയ നിയമപ്രകാരം അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം എന്നാൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന വലിയ തുകകൾക്ക് കൃത്യമായ രേഖകൾ ഇല്ലാതിരിക്കുക എന്നതാണ്.
രണ്ടാമത്തേത് നിങ്ങൾ നടത്തിയ വലിയ നിക്ഷേപങ്ങൾ, അതായത് നിങ്ങളുടെ വരുമാനത്തേക്കാൾ വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അത്. ഇനി മൂന്നാമത്തേതായിട്ട് അവിശ്വസനീയമായിട്ടുള്ള രീതിയിലുള്ള ചിലവുകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരാൾക്ക് 1 ലക്ഷം രൂപ ശമ്പളമുണ്ടെങ്കിൽ അയാൾ എങ്ങനെ 20 ലക്ഷം രൂപയുടെ വിദേശയാത്ര നടത്താനായിട്ട് അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായ രേഖകൾ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം ആയിട്ട് മാറുന്നതാണ്. സർക്കാർ അത് നേരിട്ട് കള്ളപ്പണമായിട്ട് കണക്കാക്കിക്കൊണ്ട് നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. പലരും ചോദിക്കാറുണ്ട്, സാർ വീട്ടിൽ എത്ര സ്വർണം വെക്കാമെന്ന്, എത്ര ലക്ഷം രൂപ വരെ കയ്യിൽ വെക്കാമെന്ന്. എന്നാൽ പുതിയ നിയമമാകട്ടെ ഒരു പ്രത്യേക തുകയോ അല്ലെങ്കിൽ ഗ്രാമിനെയോ അല്ല ലക്ഷ്യം വെക്കുന്നത്. മറിച്ച് നിങ്ങളുടെ പർച്ചേസിംഗ് പവർ, അതായത് നിങ്ങളുടെ വാങ്ങൽ ശേഷിയാണ് അവിടെ സർക്കാർ പരിഗണിക്കുന്നത്. ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വർണത്തിന് ഇളവുകളൊക്കെ തന്നെ ഉണ്ടെങ്കിലും പുതിയതായിട്ട് വാങ്ങുന്ന ഓരോ സ്വർണം അത് ഗ്രാമിനും കൃത്യമായി ബില്ലും വരുമാന സ്രോതസ്സും നിർബന്ധമാണ്. നിങ്ങളുടെ വാർഷിക വരുമാനം 5 ലക്ഷമാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 50 ലക്ഷത്തിൻ്റെ സ്വർണം ഉണ്ടെങ്കിൽ അത് റെഡ് ഫ്ലാഗ് ആണ്. ന്യൂമറിക്കൽ ലിമിറ്റ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ITR ഫയലിങ്ങും നിങ്ങളുടെ അസറ്റും തമ്മിലുള്ള ഈ ഒരു ലോജിക്കൽ ബന്ധം അത് ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്ത കാലത്തായിട്ട് ഷെയർ മാർക്കറ്റിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നവരുടെയൊക്കെ തന്നെ എണ്ണം ഇപ്പോൾ കൂടിയിട്ടുണ്ട്. സ്വന്തം വരുമാനം കാണിക്കാതെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ തന്നെ പേരിൽ ഡിമാറ്റ് അക്കൗണ്ടുകളൊക്കെ തന്നെ തുടങ്ങിക്കൊണ്ട് ലക്ഷങ്ങൾ നിക്ഷേപിക്കുന്ന രീതി പലരും പിന്തുടരുന്നുണ്ട്. പുതിയ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇത്തരം ബിനാമി ഇടപാടുകൾ വളരെ എളുപ്പത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. പാൻ കാർഡും അതോടൊപ്പം തന്നെ ആധാർ കാർഡും തമ്മിലുള്ള ലിങ്കിങ് വഴി ഒരാൾ നടത്തുന്ന എത്ര നിക്ഷേപങ്ങളും ഒറ്റ ക്ലിക്കിൽ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തും. ബന്ധുക്കളുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച പണം നിങ്ങളുടെ ലാഭമാണെന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് ആ നിക്ഷേപം കണ്ടുകെട്ടാൻ വരെ അധികാരികൾക്ക് അധികാരം ഉണ്ടാകുന്നതാണ്. ഇനി അതുപോലെ തന്നെ വരുമാനം മാത്രമല്ല, നിങ്ങളുടെ ചിലവുകളും ഇനി നിരീക്ഷിക്കപ്പെടുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ 1 കോടി രൂപയുടെ ഒരു ലക്ഷറി കാർ വാങ്ങുന്നു എന്ന് വിചാരിക്കുക. ഈ കാർ വാങ്ങാൻ ഉപയോഗിച്ച പണം എവിടെ നിന്ന് വന്നുവെന്ന് കാണിക്കേണ്ടി വരും. ചിലർ പറയും, സാർ ഞാൻ പണം കടം വാങ്ങിയതാണ്. എങ്കിൽ ആ പണം തന്ന വ്യക്തിക്ക് അത് നൽകാനുള്ള വരുമാനമുണ്ടോ എന്ന് വകുപ്പ് പരിശോധിക്കുന്നതാണ്. ഫാൻസി നമ്പറുകൾക്കായിട്ട് ലക്ഷങ്ങൾ വാരി വിതറുന്ന കോടികളും ലക്ഷങ്ങളുമാണ് ചിലവാക്കുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ പോയി ലക്ഷങ്ങൾ ഷോപ്പിംഗ് നടത്തുന്നത് എന്നിവയെല്ലാം തന്നെ ഹൈ വാല്യൂ ട്രാൻസാക്ഷനിൽ വരുന്നതാണ്. നിങ്ങളുടെ IT റിട്ടേണിൽ കാണിച്ച വരുമാനവും ഈ ആഡംബരവും തമ്മിൽ ചേരുന്നില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കിക്കൊണ്ട് പിഴ ഈടാക്കുന്നതാണ്. നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാകാം, ഞാൻ ഇതൊന്നും സർക്കാരിനെ അറിയിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ അവർ അറിയുന്നുവെന്നത്. എന്നാൽ അവിടെയാണ് SFT, അതായത് സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് വരുന്നത്. നിങ്ങൾ ബാങ്കിൽ നടത്തുന്ന വലിയ ഇടപാടുകൾ, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ബില്ലുകളൊക്കെ തന്നെ പണം അടയ്ക്കുന്നത്, അതുപോലെ വസ്തു വാങ്ങുന്നത് എന്നിവയെല്ലാം തന്നെ ബാങ്കുകളും രജിസ്ട്രേഷൻ ഓഫീസുകളും ഒക്കെ തന്നെ നേരിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ സിസ്റ്റം ജനറേറ്റഡ് നോട്ടീസുകൾ അയക്കാൻ പുതിയ ആക്ട് അനുശാസിക്കുന്നുണ്ട്. അതായത് ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇടപെടാതെ സോഫ്റ്റ്വെയർ തന്നെ നിങ്ങളുടെ വരുമാനത്തിലെ പൊരുത്തക്കേടുകൾ കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾക്ക് നോട്ടീസ് അയക്കുന്ന രീതിയാണിത്. നമ്മൾ സിനിമകളിലൊക്കെ തന്നെ കാണുന്ന ഇൻകം ടാക്സ് റെയ്ഡ് വെറും ഫിക്ഷൻ അല്ല. പുതിയ നിയമപ്രകാരം സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ ഏത് സ്ഥാപനത്തിലും ഏത് വ്യക്തിയിലും വീട്ടിലും പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് വിപുലമായിട്ടുള്ള അധികാരമുണ്ട്. കൃത്യമായ രേഖകളില്ലാത്ത സ്വർണമോ പണമോ കണ്ടെത്തിയാൽ അത് അപ്പോൾ തന്നെ കണ്ടുകെട്ടാൻ അവർക്ക് സാധിക്കും. ഇത് നിങ്ങളുടെ സൽപ്പേരിനെ ബാധിക്കുമെന്ന് മാത്രമല്ല, പിന്നീട് വർഷങ്ങളോളം നീളുന്ന നിയമ പോരാട്ടത്തിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യും. കളഞ്ഞു കിട്ടിയതാണ് എന്നോ അല്ലെങ്കിൽ വീട്ടുകാർ തന്നതാണ് എന്നുള്ള തമാശ രൂപേണയുള്ള മറുപടികൾക്ക് നിയമത്തിന് മുന്നിൽ യാതൊരു വിലയുമില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി ഇവിടെ ഏറ്റവും ഗൗരവകരമായിട്ടുള്ള ഭാഗമാണ് പറയാൻ പോകുന്നത്. അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം അത് കണ്ടെത്തിയാൽ ചുമത്തുന്ന പിഴ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? 60% ടാക്സ്, അതിൻ്റെ 25% സർചാർജ്, പിന്നെ സെസ്സും. ആകെ കണക്കാക്കിയാൽ ഏകദേശം 78% മുതൽ 84% വരെ തുക നിങ്ങൾ സർക്കാരിലേക്ക് നൽകേണ്ടി വരും. അതായത് നിങ്ങൾ 1 കോടി രൂപ ഒളിപ്പിച്ച് വെച്ചാൽ അവസാനം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് ബാക്കിയാകട്ടെ വെറും 16 ലക്ഷം രൂപ മാത്രമായിരിക്കും. ഇതിന് പുറമെ ക്രിമിനൽ നടപടികളും ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ടാക്സ് വെട്ടിക്കുന്നതിനേക്കാൾ ലാഭം കൃത്യമായി ടാക്സ് അടച്ച് സമാധാനമായി തന്നെ ജീവിക്കുന്നതാണ് എന്ന് ഈ കണക്കുകൾ തന്നെ നമ്മളെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ സാമ്പത്തികമായി ബാധിക്കുന്ന ഇത്തരം മാറ്റങ്ങൾ അറിയുന്നതോടൊപ്പം തന്നെ ടാക്സ് ഇളവുകളോടെ മാർക്കറ്റിലെ ലെസ് വോളറ്റൈലായതും മാർക്കറ്റ് ഇടിഞ്ഞാലും വലിയ രീതിയിൽ നഷ്ടം സംഭവിക്കാത്ത ശക്തമായ സ്ഥിരതയാർന്ന കമ്പനികളിലൊക്കെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരത്തെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഏപ്രിൽ മാസം 30-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുക. ഇനി കേവലം 14 ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനോടൊപ്പം തന്നെ കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും മതിയാകും. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി
ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.